സക്കാത്തും സദക്കയും മേടിക്കാൻ വല്ലപ്പുഴയിലേക്ക് ആൾക്കാർ വരുമെന്ന് അല്ല വിചാരിച്ച ഈ കൈവെക്കാത്ത നിന്നെ ഇതിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ഉറക്കപ്പറ വേണോ? ഉറക്കപ്പറ വേണോ? മക്കൾക്ക് ബോധമുണ്ടടാ, വാപ്പായ്ക്ക് ബോധമില്ലടാ. അള്ളാഹു കൊടുക്കുമാറാകട്ടെ. കാരണം ഓനറിയാം പടച്ചവനെ ഉസ്താദ്, ഞാനൊരു ഷവായി ചോദിച്ചാലും ഒരു ഷവർമ്മ ചോദിച്ചാലും വലിയ പാടാ. കാരണം വാപ്പാടയില് പൈസ ഇല്ല, അത് കുട്ടികൾക്ക് മനസ്സിലായി. പക്ഷെ വാപ്പായ്ക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, ആ വീട്ടുകാരോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, ആ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാനാ പറഞ്ഞത്? എന്ത് ചെയ്യാനാ പറഞ്ഞത്? പറയടോ, എന്ത് ചെയ്യാനാ പറഞ്ഞത്? സലാം. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ. സലാം 3 രീതിയിലാ ഉള്ളത്. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ സലാമിലും പിശുക്ക് കാണിക്കുന്നവരാ നമ്മള്. ആ സലാമിൽ പോലും പിശുക്ക് കാണിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. സലാം പരിപൂർണമായി പറഞ്ഞ അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞാൽ മതി, അല്ലാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റും, അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകും, നമ്മുടെ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ സലാം സ്വന്തം പെണ്ണുമ്പിള്ള അടുത്ത് പോലും പറയാത്ത ടീമാ. ഇന്ന് വഴുത് കഴിഞ്ഞു. എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ, പെണ്ണുമ്പിള്ള സീരിയലും കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ള വിചാരിക്കും, ഈ മനുഷ്യൻ എന്ത് പറ്റിയല്ല, നല്ല കൊലത്തിൽ പോയതാണല്ലോ, തിരിച്ചു വന്നപ്പോ എന്ത് പറ്റിയെന്ന്. ഇതാ നമ്മുടെ അവസ്ഥ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ എങ്ങാനും പറഞ്ഞ നാളെ രാവിലെ ഖത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ്. കാരണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുക,